ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖമല്ല എല്ലാവർക്കും? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ആമസോൺ മഴക്കാടുകൾ 70 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശത്തിന്റെ 55 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും മഴക്കാടുകളാണ്. 60% ബ്രസീലിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മഴക്കാടുകളെ ആമസോണിയ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. 60% കഴിഞ്ഞ് 13% പെറുവിലും 10% കൊളംബിയയിലുമായി ആകെ മൊത്തം 9 രാജ്യങ്ങളിലായിട്ടാണ് ഈ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ കാട്ടിലെവിടെയോ ഒരു സ്വർണ്ണ നഗരമുണ്ടത്രേ. ബ്രിട്ടീഷ് എക്സ്പ്ലോററായ പേഴ്സി ഫോസറ്റ് അതിന് പേര് നൽകിയത് ദ ലോസ്റ്റ് സിറ്റി ഓഫ് സെഡ് എന്നാണ്. ആ സ്വർണ്ണ നഗരം അന്വേഷിച്ച് അദ്ദേഹം നടത്തിയൊരു യാത്രയെ കുറിച്ചിട്ടാണ് ഈ സിനിമയിൽ പറയുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം. അയർലൻഡിലെ ഒരു ബ്രിട്ടീഷ് ക്യാമ്പിലെ പട്ടാളക്കാരെല്ലാം ഒരു വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ഒരു വിരുന്നിൽ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിനെ സമ്മാനിക്കാൻ വേണ്ടി ഒരു മാനിനെ പിടിക്കാനാണ് അവരുടെ ശ്രമം. ആ പട്ടാളക്കാരുടെ മേജറാണ് പേഴ്സി ഫോസറ്റ്. നല്ലൊരു പട്ടാളക്കാരനായ അദ്ദേഹം ഒരു കിടിലം വേട്ടക്കാരനും കൂടിയാണ്. മറ്റു പട്ടാളക്കാരെല്ലാം ആ മാനിനെ വെടിവെച്ച് വീഴ്ത്താനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും പേഴ്സി ഫോസറ്റിന്റെ കൈകൊണ്ട് മരിക്കാനായിരുന്നു ആ പാവം മാനിന്റെ വിധി. അങ്ങനെ വേട്ടയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയ അദ്ദേഹത്തിനെ സ്വീകരിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായ നീനയും മകനായ ജാക്കും അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് എത്തിയ ഉടനെ തന്നെ പേഴ്സി തന്റെ മകനെ വാരിയെടുക്കാണ്. നീ വളർന്നു വലുതാവുമ്പോ നമുക്ക് ഒരുമിച്ചൊരു വേട്ടയ്ക്ക് പോകണം എന്നാണ് അവൻ തന്റെ കുഞ്ഞു മകന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ സമയം രാത്രി. പേഴ്സിയും ഭാര്യയും ആ വിരുന്നിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം നീന അയാളുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഈ സെക്രട്ടറി ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് അവള് ചോദിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല നീന, നിനക്കറിയാമല്ലോ എനിക്ക് പ്രായമായിട്ട് വരികയാണ്. അധികകാലം ഞാൻ സർവീസിൽ ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് ഉടനെ തന്നെ ഒരു പ്രൊമോഷൻ സംഘടിപ്പിക്കണം. അതിന് ഈ സെക്രട്ടറി വിചാരിച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കൂ എന്നാണ് പേഴ്സി പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ആ വിരുന്ന് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. കുറേയേറെ ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. ചില ആളുകൾ അവിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പേഴ്സിയും ഭാര്യയും അവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഈ സമയം സെക്രട്ടറി ആണെങ്കിൽ ആ മാനിന്റെ അടുത്ത് നിൽക്കുകയാണ്. ആരാണ് ഈ മാനിനെ പിടിച്ചത് എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. അത് മേജർ പേഴ്സി ഫോസറ്റ് ആണ് സാർ എന്നാണ് അയാളുടെ കൂടെ നിൽക്കുന്ന ആള് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മേജറിന്റെ കൂടെ നമ്മുടെ കൂടെ അത്താഴം കഴിക്കാൻ വിളിച്ചുകൂടായിരുന്നു? സെക്രട്ടറി വീണ്ടും ചോദിക്കുന്നു. അത് വേണ്ട സാർ, അയാൾക്ക് അതിനുള്ള കുലമഹിമയില്ല എന്നാണ് കൂടെയുള്ളവൻ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവർ അത്താഴം കഴിക്കാൻ പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം പേഴ്സി ശ്രദ്ധിക്കുന്നുണ്ട്. അവനെ വിളിക്കാത്തത് കൊണ്ട് തന്നെ അവന് നല്ല നിരാശയുണ്ട്. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. ഒരു ദിവസം രാവിലെ ഫോസറ്റിന്റെ മേലുദ്യോഗസ്ഥന്മാർ അവനെ വിളിച്ചിട്ട് ഒരു കാര്യം പറയാണ്. നീ നാളെ തന്നെ ലണ്ടനിലെ റോയൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയിലേക്ക് ഒന്ന് പോകണം. അവിടെ അവരെന്തോ ഒരു എക്സ്പെഡീഷൻ ഒക്കെ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിന്നോട് അങ്ങോട്ട് ചെല്ലാനാണ് അറിയിച്ചിരിക്കുന്നത് എന്നാണ് അവർ ഫോസറ്റിനോട് പറയുന്നത്. ഫോസറ്റ് ആണെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ പേഴ്സി ഫോസറ്റ് ലണ്ടനിലെ ആർജിയിലെത്തി. പ്രസിഡന്റായ ജോർജ് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ പേഴ്സിയെ കുറിച്ച് അവർ കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ പരിചയപ്പെടലൊക്കെ കഴിഞ്ഞ് ജോർജ് കാര്യങ്ങളൊക്കെ ഫോസറ്റിന്റെ അടുത്ത് വിശദീകരിക്കാൻ തുടങ്ങി. നിങ്ങൾ ഇത് കണ്ടില്ലേ, ഇതാണ് ബൊളീവിയയുടെ മാപ്പ്. പ്രാചീന മനുഷ്യരുടെ നാട് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. പക്ഷെ നീ ഈ മാപ്പ് ശ്രദ്ധിച്ചു നോക്കിയേ, വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. ഇവിടെയുള്ള ആമസോൺ കാടുകളിൽ ഒരുപാട് റബ്ബർ മരങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് വളരെ ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് ആണ് ഇതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റബ്ബർ തോട്ടങ്ങളെല്ലാം ബ്രസീലിലും ബൊളീവിയയിലുമായിട്ടാണ് പരന്നു കിടക്കുന്നത്. അവിടെ അതിർത്തി തിരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റബ്ബറിനെ ചൊല്ലി അവർ കാര്യമായ തർക്കത്തിലാണ്. ഒരുപക്ഷെ ആ തർക്കം അവർ തമ്മിലുള്ള ഒരു യുദ്ധത്തിലും കലാശിച്ചേക്കാം. ഇപ്പോൾ നീ ചിന്തിക്കുന്നുണ്ടാവും ഞാനിതെന്തിനാണ് നിന്നോട് പറയുന്നതെന്ന്. അത് ഞാൻ പറയാം. അവർ തമ്മിൽ തർക്കം നിലനിൽക്കുന്നതുകൊണ്ട് ഒരു രാജ്യത്തിന്റെ മാപ്പിംഗ് മറ്റേ രാജ്യം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ആ കാര്യം നമ്മുടെ അടുത്ത് ചെയ്തു കൊടുക്കാനാണ് അവർ നിർദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ഇതുപോലുള്ള മാപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ഈ ജോലിയും നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം എന്നാണ് ജോർജ് ഫോസറ്റിന്റെ അടുത്ത് പറയുന്നത്. പക്ഷെ അത് കേൾക്കുമ്പോൾ ഫോസറ്റിന് ഒരു നിരാശയാണ് തോന്നുന്നത്. ഈ ഒരു മാപ്പിംഗ് ജോലിക്ക് വേണ്ടിയിട്ടാണോ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നൊക്കെയാണ് അയാൾ ചിന്തിക്കുന്നത്. അങ്ങനെ ഫോസറ്റ് അവരുടെ അടുത്ത് അയാളുടെ തീരുമാനം പറയാൻ തുടങ്ങി. എന്നോട് ക്ഷമിക്കണം സാർ, ഈ സർവേ ജോലി ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണ് ഞാൻ ചെയ്തിരുന്നത്. മാത്രമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് അത്യാവശ്യം നല്ലൊരു പൊസിഷനിലുള്ള ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നാണ് ഫോസറ്റ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അതിന് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സാധാരണ സർവേ അല്ല ഇത്. ആമസോൺ കാടുകളിലേക്കുള്ള ഒരു എക്സ്പെഡീഷൻ ആണിത്. ആ മഴക്കാടുകളെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ഇണങ്ങിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരിസ്ഥിതിയാണ് അവിടെ. മാത്രമല്ല ഭീകരമായ രോഗങ്ങൾ, നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത മൃഗങ്ങൾ, പിന്നെ ക്രൂരന്മാരായ ഗോത്രവർഗ്ഗക്കാർ, ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ നേരിടേണ്ടി വരും. അങ്ങനെ നിങ്ങൾ ഈ എക്സ്പെഡീഷൻ പൂർത്തിയാക്കി തിരിച്ചു വന്നാൽ പിന്നെ ഈ രാജ്യത്തുള്ള നിങ്ങളുടെ വില എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ അച്ഛൻ നശിപ്പിച്ച നിന്റെ കുലമഹിമയും നിനക്ക് ഈസി ആയിട്ട് വീണ്ടെടുക്കാൻ സാധിക്കും. മാത്രമല്ല നീ ഇപ്പൊ ചെയ്യുന്ന ജോലിയിൽ നിന്ന് നിനക്ക് സ്ഥാനക്കയറ്റം കിട്ടുകയും ചെയ്യും എന്നൊക്കെയാണ് ജോർജ് പറയുന്നത്. അയാൾ ആ പറയുന്നത് കേൾക്കുമ്പോൾ അതിൽ കാര്യമുണ്ട് എന്ന കാര്യം ഫോസറ്റിന് മനസ്സിലായി. അങ്ങനെ ആ എക്സ്പെഡീഷന് പോകാൻ വേണ്ടി അയാൾ സമ്മതം പറയാണ്.
അങ്ങനെ ഫോസറ്റ് അയാളുടെ ഭാര്യയുടെ അടുത്ത് തിരിച്ചെത്തിയിട്ട് അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അവനെ പിരിഞ്ഞിരിക്കേണ്ടി വരുമല്ലോ എന്നൊരു വിഷമമേ അവക്കുള്ളൂ. മാത്രമല്ല അവൾ ഈ സമയത്ത് ഗർഭിണിയാണ്. ഈ ഒരു അവസരത്തിലാണ് അവൾ ആ കാര്യം ഫോസറ്റിന്റെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അയാൾക്ക് ശരിക്കും സന്തോഷമായി. കാരണം അയാളുടെ യാത്രയ്ക്കുള്ള നല്ലൊരു സൂചനയാണത്. അങ്ങനെ ഉടനെ തന്നെ പേഴ്സി ഫോസറ്റ് ആമസോൺ എക്സ്പെഡീഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. ഏപ്രിൽ 1906 ഒരു കപ്പലിലാണ് അയാൾ യാത്ര തിരിക്കുന്നത്. ഈ പേഴ്സി ഫോസറ്റിന് ഒരു അസിസ്റ്റന്റ് ഉണ്ട്. മറ്റൊരു പട്ടാളക്കാരനായ ഹെൻറി കോസ്റ്റിനാണത്. കപ്പലിൽ വെച്ചിട്ടാണ് അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. ഈ ഹെൻറി മികച്ചൊരു വേട്ടക്കാരനാണ്. മാത്രമല്ല ആമസോൺ കാടുകളെ കുറിച്ചിട്ട് അയാൾക്ക് നല്ല ധാരണയുമുണ്ട്. അങ്ങനെ ഫോസറ്റും ഹെൻറിയും കൂടെ അവരുടെ എക്സ്പെഡീഷന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. വെർഡെ എന്നു പേരുള്ള ഒരു നദി അവർക്ക് മാപ്പ് ചെയ്യാനുണ്ട്. ബ്രസീലിനും ബൊളീവിയയ്ക്ക് ഇടയിലൂടെയാണ് അത് ഒഴുകുന്നത്. മാപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് ആ നദിയുടെ ഉറവിടം കണ്ടെത്തണം. പിന്നെ അവരുടെ സർവേ റൂട്ട് ആരംഭിക്കുന്നത് ഫസിയൻഡ ജേക്കബിന എന്നൊരു സ്ഥലത്താണ്. പക്ഷെ ആ സ്ഥലം അവരുടെ കയ്യിലുള്ള മാപ്പിലില്ല. അതെങ്ങനെ കണ്ടെത്തും എന്നാണ് പേഴ്സി ഹെൻറിയുടെ അടുത്ത് ചോദിക്കുന്നത്. അത് കുഴപ്പമില്ല, ആ സ്ഥലം എനിക്കറിയാം എന്നാണ് ഹെൻറി അതിന് മറുപടി പറയുന്നത്. അതിൽ നിന്നും അവൻ ചില്ലറക്കാരനല്ല എന്ന കാര്യം ഫോസറ്റിന് മനസ്സിലായി. അങ്ങനെ കുറെ സമയത്തെ കപ്പൽ യാത്രയ്ക്ക് ശേഷം അവരിപ്പോൾ കാൽനടയായിട്ടാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ കാടും മലയും ഒക്കെ താണ്ടി അവരിപ്പോൾ ആമസോൺ എന്ന ആ നിഗൂഢമായ കാടുകൾക്ക് മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഫോസറ്റിനെ സംബന്ധിച്ച് നല്ല കുളിർമയുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. നല്ല തൂവെള്ള മഞ്ഞിൽ കുളിച്ച് പച്ച ഉടുപ്പൊക്കെ ഇട്ട് അവൾ അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. വളരെ സന്തോഷത്തോടെ അയാൾ ഹെൻറിയെയും കൂട്ടി ആ കാട്ടിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ ഏപ്രിലിൽ യാത്ര പുറപ്പെട്ടവർ 3 മാസങ്ങൾ കഴിഞ്ഞ് ജൂലൈയിലാണ് ആ കാടിന്റെ മാപ്പ് ചെയ്യാത്തൊരു സ്ഥലത്തെത്തുന്നത്. ഇത് ബൊളീവിയയുടെ കിഴക്കുഭാഗമാണ്. അവർ വേഗം തന്നെ അവിടുത്തെ സർവേ ഒക്കെ എടുക്കാൻ തുടങ്ങി. കാടിനകത്ത് പല പ്രാണികളും വന്നിട്ട് ഹെൻറിയെ കുത്തുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടിയാണ് അവൻ ഫോസറ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുന്നത്. ഈ സമയത്താണ് നല്ലൊരു വിഷപ്പാമ്പ് അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ ഫോസറ്റിന് ശരിക്കും പേടിയാവുകയാണ്. എന്നാൽ ഹെൻറി ആണെങ്കിൽ ചിരിക്കുകയാണ് ചെയ്യുന്നത്. നീ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്നായിരിക്കും ഒരുപക്ഷെ അയാൾ ചിന്തിച്ചത്. അങ്ങനെ അവിടുത്തെ സർവേയും കാര്യങ്ങളൊക്കെ തീരുമ്പോഴേക്കും സമയം രാത്രിയായിട്ടുണ്ട്. അവരിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത്. നല്ല പാട്ടും കൂത്തുമാണ്. അത് ആ ഫസിയൻഡ ജേക്കബീന എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. അവരങ്ങോട്ട് നടക്കാൻ തുടങ്ങി. അവിടുത്തെ കാഴ്ച ഫോസറ്റിനെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ആ കൊടുങ്കാട്ടിൽ ഒരു ഒപ്പേര ഹൗസ് തന്നെ പണിതിട്ടുണ്ട്. അവിടെയാണ് ആ പാട്ടും കൂത്തും നടക്കുന്നത്. അങ്ങനെ അവർ വേഗം തന്നെ ആ ഒപ്പേര ഹൗസിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആ കാടിനകത്ത് ഫോസറ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ കൂടെ അവിടെ നിർത്തിയിട്ടുണ്ട്. അവന്റെ പേര് മാൻലി എന്നാണ്. അവനാണ് ഫോസറ്റിനെയും ഹെൻറിയെയും സ്വാഗതം ചെയ്യുന്നത്. ഈ സമയം ഫോസറ്റ് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ആ മാൻലി അറിയിക്കുകയാണ്. അതായത് ഓൾറെഡി ബ്രസീലും ബൊളീവിയയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് സർവേ നടത്തുന്നത് അപകടമാണ്. അതുകൊണ്ട് തൽക്കാലം ഇത് നിർത്തിവെക്കണം എന്നാണ് ഗവൺമെന്റ് അറിയിച്ചിരിക്കുന്നത്. പക്ഷെ മാൻലി അങ്ങനെ പറയുമ്പോൾ അത് നിർത്തിവെക്കാൻ ഫോസറ്റ് തയ്യാറാവുന്നില്ല. എന്തുണ്ടായാലും ഈ സർവേ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോകും എന്ന് നിങ്ങളുടെ ഗവൺമെന്റിനെ അറിയിച്ചേക്ക് എന്നാണ് ഫോസറ്റ് പറയുന്നത്. അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം ഫോസറ്റ് നേരെ പോകുന്നത് അവിടെയുള്ള ഒരു റബ്ബർ മുതലാളിയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഗോണ്ടോറസ് എന്നാണ് ഇയാളുടെ പേര്. ഫോസറ്റിന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാടിനുള്ളിലെ പല കാര്യങ്ങളും നാട്ടിൽ ജീവിക്കുന്ന അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കാൻ കാട്ടിൽ ജീവിക്കുന്ന ഒരാളെ ഫോസറ്റിന് ആവശ്യമുണ്ട്. അങ്ങനെ ഒരാളെ അറേഞ്ച് ചെയ്യാനാണ് ഫോസറ്റ് ഗോണ്ടോറസിനെ കാണാൻ പോകുന്നത്. ഫോസറ്റ് കാര്യം പറയുമ്പോൾ തന്നെ ഗോണ്ടോറസ് അയാളുടെ ഒരു അടിമയെ ഫോസറ്റിന് കൊടുക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർവേ നടക്കുക എന്നുള്ളത് ഈ ഗോണ്ടോറസിന്റെയും കൂടെ ആവശ്യമാണ്. യുദ്ധം തുടങ്ങിയത് കൊണ്ട് തന്നെ അയാളുടെ കച്ചവടം എല്ലാം കുറഞ്ഞിട്ടുണ്ട്. സർവേ നടക്കുകയാണെങ്കിൽ യുദ്ധം അതോടെ തീരും. അങ്ങനെ കച്ചവടം പഴയതുപോലെ ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് അയാൾ അടിമയെ കൊടുക്കുന്നത്. ഈ അടിമയ്ക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും. അയാളെ കൂടാതെ മറ്റു 3 പേരെ കൂടെ ഗോണ്ടോറസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ പുറപ്പെടാൻ തയ്യാറെടുക്കുകയാണ്. ഈ സമയത്ത് മാൻലി ഫോസറ്റിന് വന്ന ഒരു കത്ത് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അത് അയാളുടെ ഭാര്യ അയച്ചതാണ്. പക്ഷെ ഇപ്പോൾ അയാളത് പൊട്ടിച്ചു വായിക്കാതെ ആ കത്തെടുത്ത് പോക്കറ്റിലിടാണ്. അങ്ങനെ അവർ ആ യാത്ര ആരംഭിച്ചു. വെർഡെ എന്ന് പറയുന്ന ആ നദിയുടെ ഉറവിടം തേടിയിട്ടാണ് അവർ പോകുന്നത്. ഈ സമയം അവിടെയുള്ള ആളുകളെല്ലാം അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നദിയുടെ ഉറവിടം തേടിപ്പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. അതാണ് അവരിങ്ങനെ നോക്കി നിൽക്കുന്നത്. ഈ നദിയുടെ ഉറവിടം കണ്ടുപിടിച്ച് അതൊക്കെ മാപ്പ് ചെയ്ത് തിരിച്ചു വരാൻ ഏകദേശം 2 വർഷമെങ്കിലും എടുക്കും. അതിനിടയിൽ അവർ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരികയും ചെയ്യും. ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് പേടിയുണ്ടെങ്കിലും ഫോസറ്റ് ശരിക്കും ആകാംക്ഷയിലാണ്. കാരണം അയാൾ ഈ ദൗത്യം വിജയിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന ബഹുമതി അത് വളരെ വലുതാണ്. അങ്ങനെ കുറെ സമയമായി അവർ യാത്ര തുടങ്ങിയിട്ട്. അതിലൊരാളാണെങ്കിൽ വലയിട്ട് മീനിനെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല ആഴമുള്ള സ്ഥലമായിട്ടും ഒരൊറ്റ മീനിനെ പോലും കിട്ടുന്നില്ല. ഇതൊരു മരുഭൂമിയാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ ടെൻഷൻ അടിക്കാതെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോസറ്റ് അയാളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവരൊരു തകർന്ന ബോട്ട് കാണുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ജർമ്മൻ ബോട്ടാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതിലൊരാൾ പറയുന്നത് ചിലപ്പോൾ എൽഡോറാഡോ തേടിപ്പോയ ആരെങ്കിലും ആയിരിക്കുമെന്നാണ്. ഈ എൽഡോറാഡോ എന്ന് പറയുന്നത് ഒരു സ്വർണ്ണ നഗരത്തിന്റെ
അദ്ദേഹത്തിനെയാണ്. എന്നാൽ മറ്റൊരാൾ പറയുന്നത് അത് വല്ല റബ്ബർ മുതലാളിയുമായിരിക്കുമെന്നാണ്. അവർ നോക്കുമ്പോൾ ആ ബോട്ടിനകത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്. അവർ ഉടനെ തന്നെ അയാളെ വിളിക്കാൻ തുടങ്ങി. എന്നാൽ അയാൾക്കാണെങ്കിൽ വലിയ അനക്കമൊന്നും കാണുന്നില്ല. പെട്ടെന്നാണ് ഒരമ്പ് അങ്ങോട്ട് പാഞ്ഞു വന്നിട്ട് നേരത്തെ ആ മീൻ പിടിച്ച ആളുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്നത്. അതോടൊപ്പം തന്നെ അയാൾ ആ നദിയിലേക്ക് വീണു പോവുകയും ചെയ്യുന്നു. ഈ സമയം ഫോസറ്റ് അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനും നദിയിലേക്ക് വീണു പോവാണ്. അതിനിടയിലാണെങ്കിൽ തുടരെ അങ്ങോട്ട് അമ്പുകൾ വരാൻ തുടങ്ങി. അത് കാണുമ്പോൾ ബാക്കി എല്ലാവരും വെള്ളത്തിലേക്ക് ചാടുകയാണ്. ഒരു ഗോത്രവർഗത്തിലെ ആളുകളാണ് അമ്പ് ചെയ്യുന്നത്. ആ ബോട്ട് ആ ഏരിയ പാസ് ചെയ്യുന്നവരെ ആ അമ്പ് ചെയ്യുന്നത് അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബോട്ട് കുറച്ച് അപ്പുറത്തെത്തി കഴിയുമ്പോൾ എല്ലാവരും ബോട്ടിലേക്ക് കയറാൻ തുടങ്ങി. കാരണം നദിയിൽ നിറയെ പിരാന മത്സ്യങ്ങളാണ്. പക്ഷെ ഫോസറ്റിന് കയറാൻ സാധിക്കുന്നില്ല. അയാളാണെങ്കിൽ ആ ബോട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന വലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ സമയം പിരാനകളാണെങ്കിൽ ആ അമ്പേറ്റ ആളെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പിൽ ഹെൻറി വളരെ കഷ്ടപ്പെട്ടിട്ട് ഫോസറ്റിനെ അവരുടെ ബോട്ടിലേക്ക് തന്നെ വലിച്ചു കയറ്റുന്നു. അവർ നോക്കുമ്പോൾ നദിയിൽ മൊത്തം ചോരയാണ്. ആ മനുഷ്യന്റെ ഒരു പൊടി പോലും കാണുന്നില്ല. നിമിഷ നേരം കൊണ്ട് ആ പിരാനകൾ അയാളെ തിന്നു തീർത്തു. അതൊക്കെ കണ്ട് എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കൂടെ യാത്ര ചെയ്ത് അവർ ആ ബോട്ട് ഒരു കരയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ സമയമാകുമ്പോഴേക്കും ഒരാൾക്ക് എന്തോ അസുഖം വന്നിട്ടുണ്ട്. കറുത്ത എന്തോ ഒരു സാധനമാണ് അവൻ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഹെൻറിയുടെ കയ്യിൽ എന്തോ മുറിവ് പറ്റിയിട്ടുണ്ട്. ഫോസറ്റ് അതിലേക്കൊന്ന് നോക്കുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ ഫോസറ്റിനാണെങ്കിൽ ശരിക്കും ടെൻഷനുണ്ട്. ഈ സമയം ഇനി എത്ര ദിവസം കൂടെ യാത്രയുണ്ട് എന്നയാൾ ആ അടിമയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഈ സമയം അടിമ പറയുന്നത് കേട്ട് ഫോസറ്റ് ശരിക്കും ഞെട്ടിപ്പോവാണ്. അതായത് ഇനിയും ഒരുപാട് ആഴ്ചകൾ നമുക്ക് ഈ നദിയിലൂടെ യാത്ര ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് അറിയാമോ, ഈ കാട്ടിന് നടുവിൽ ഒരു സ്വർണ്ണ നഗരമുണ്ട്. പണ്ട് കാലത്ത് അവിടെ കുറെ ആളുകൾ ജീവിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴെല്ലാവരും മരിച്ചു. നിങ്ങൾ ഇംഗ്ലീഷുകാർ അതൊക്കെ കണ്ടെത്താൻ കുറെ ശ്രമിച്ചതാണ്. പക്ഷെ ആർക്കും ആ നഗരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. മാത്രമല്ല എല്ലാവരും മരിക്കുകയും ചെയ്തു. നിങ്ങളുടെ കാര്യം അതുപോലെ തന്നെയാണ്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടും. പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷുകാർ ഒരിക്കലും തിരിച്ചു പോകാൻ പോകുന്നില്ല എന്നൊക്കെയാണ് ആ അടിമ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഫോസറ്റിന്റെ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി അവരൊരു നദീതീരത്ത് ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. ഈ സമയം ഫോസറ്റ് ആണെങ്കിൽ ആ അടിമ പറഞ്ഞ സ്വർണ്ണ നഗരത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അയാൾ ആ കാര്യം ഹെൻറിയുടെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഹെൻറി ആണെങ്കിൽ ആ അടിമയ്ക്ക് വട്ടാണെന്ന് പറഞ്ഞിട്ട് അത് തള്ളിക്കളയാണ്. ഈ സമയം ഫോസറ്റ് അയാളുടെ ഭാര്യ അയച്ച കത്ത് എടുത്തിട്ട് ഇതൊന്ന് വായിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് ഹെൻറിയുടെ കയ്യിൽ കൊടുക്കുന്നു. ഹെൻറി അത് ഉറക്കെ വായിക്കാൻ തുടങ്ങി. ഫോസറ്റിന് കുഞ്ഞുണ്ടായ കാര്യമാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആൺകുഞ്ഞാണ്. ബ്രയാൻ എന്നാണ് അവന് പേരിട്ടിരിക്കുന്നത്. മാത്രമല്ല ജാക്ക് ഇപ്പോൾ ഒരുപാട് വളർന്നു. നിങ്ങളെ തിരിച്ചു വരുമ്പോൾ അവൻ നിങ്ങളെ ചിലപ്പോൾ അറിയത്തില്ല എന്നും കൂടെ അതിൽ എഴുതിയിട്ടുണ്ട്. ഹെൻറി അതൊക്കെ വായിച്ചു കൊടുക്കുമ്പോൾ ഫോസറ്റ് ആണെങ്കിൽ ആകെ വിഷമത്തിലിരിക്കുകയാണ്. അവൻ ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ ഫാമിലിയെ വിട്ട് ഈ നരകത്തിലേക്ക് വന്നതിന് അവനിപ്പോ ശരിക്കും ഖേദിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവർ യാത്ര തുടരുകയാണ്. അതിനിടയിൽ ഒരാളാണെങ്കിൽ വിശന്ന് മരിച്ചിട്ടുണ്ട്. അവർ ഉടനെ തന്നെ അയാളെടുത്ത് നദിയിലേക്ക് ഇടുന്നു. ബാക്കിയുള്ളവരുടെ അവസ്ഥ അതുതന്നെയാണ്. വിശന്ന് തളർന്നിരിക്കുകയാണ് അവർ. ഈ സമയം ഒരാൾ ഒരു കത്തി എടുത്തിട്ട് നേരെ ഫോസറ്റിനെ കുത്താൻ തുടങ്ങി. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി ഈ നദിയുടെ ഉറവിടം കണ്ടെത്തിയാലും ഭക്ഷണമില്ലാതെ എങ്ങനെ തിരിച്ചു പോകും എന്ന് ചോദിച്ചുകൊണ്ടാണ് അയാൾ കത്തിയെടുത്തത്. അത് കണ്ട ഉടനെ തന്നെ ഹെൻറി ആണെങ്കിൽ അയാളുടെ ചെവിയിലേക്ക് വെടിവെക്കുന്നു. ഇനി എങ്ങാനും മിണ്ടിക്കഴിഞ്ഞാൽ അടുത്ത വെടി നിന്റെ നെഞ്ചത്തായിരിക്കുമെന്നാണ് ഹെൻറി പറയുന്നത്. അതോടെ അയാളൊന്ന് ഒതുങ്ങി. അങ്ങനെ കുറെ കൂടെ യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് ആ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച അവർ കാണുന്നത്. അവർ ആ നദിയുടെ ഉത്ഭവസ്ഥാനം കണ്ടെത്തിയിരിക്കുന്നു. ഒരു ചെറിയ മലയുടെ മുകളിൽ നിന്നാണ് അത് ഒഴുകി വരുന്നത്. അത് കണ്ട് ഫോസറ്റ് ആണെങ്കിൽ ആകെ സന്തോഷിച്ച് നിൽക്കുകയാണ്. ഹെൻറി ആണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളി ചാടാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഹെൻറിയും ഫോസറ്റും വേഗം ചെന്ന് ആ നദിയുടെ ഉറവിടമൊക്കെ മാർക്ക് ചെയ്യാൻ തുടങ്ങി. അതിനിടയിലാണ് അവരൊരു ശബ്ദം കേൾക്കുന്നത്. ഫോസറ്റ് നോക്കുമ്പോൾ അതൊരു കാട്ടുപന്നിയാണ്. അവർക്ക് സ്വർഗം കിട്ടിയതുപോലെയായിരുന്നു. കാരണം ഇത്രയും സമയത്തെ യാത്രക്കിടയിൽ ആദ്യമായിട്ടാണ് അവരൊരു ജീവിയെ കാണുന്നത്. അതിനെങ്ങാനും പിടിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവരും മരിക്കും. അതുകൊണ്ട് തന്നെ ഫോസറ്റ് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ആ പന്നിയെ ഷൂട്ട് ചെയ്യുന്നത്. അയാളുടെ ഉന്നം പിഴച്ചില്ല. ആ പന്നി ചത്തു വീണിട്ടുണ്ട്. അങ്ങനെ അവർ വേഗം ചെന്ന് ആ പന്നിയെ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഫോസറ്റ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ ചില പൊട്ടിയ മൺപാത്രങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അവൻ അത് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്നും ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് എന്ന കാര്യം അവന് മനസ്സിലായി. മാത്രമല്ല പണ്ട് കാലത്ത് ജീവിച്ച മനുഷ്യരുടെ പല തെളിവുകളും അവിടെ അവശേഷിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ആ അടിമ പറഞ്ഞ സ്വർണ്ണ നഗരത്തിന്റെ കാര്യം സത്യമാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അവൻ വളരെ സന്തോഷത്തോടെ ആ കാര്യങ്ങളൊക്കെ ഹെൻറിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു കരിമ്പുലി അങ്ങോട്ട് വരുന്നത്. ആ ജീവിയാണെങ്കിൽ അവരെയും നോക്കിക്കൊണ്ട് മുരണ്ടോണ്ട് നിൽക്കുകയാണ്. ഇനി അവിടെ നിന്നാ പണി കിട്ടും എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ വേഗം തിരിച്ചു നടക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും കൂടെ ആ പന്നിയെ ഒരു വടിയിൽ കെട്ടിയിട്ട് ബോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഫോസറ്റ് ഹെൻറിയുടെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. ആ സ്വർണ്ണ നഗരം അത് ഈ കാട്ടിൽ എവിടെയോ ഉണ്ട്. എനിക്കറിയാം ഈ കാട് ഒരു നരകമാണെന്ന്. ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ ബുദ്ധിമുട്ടാണെന്നും എനിക്കറിയാം. എങ്കിലും നമ്മൾ ഒരിക്കൽ കൂടെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അത് ആ സ്വർണ്ണ നഗരം കണ്ടുപിടിക്കാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ ഹെൻറിയെയും കൂട്ടി അവരുടെ നാട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഫോസറ്റും കൂട്ടിനും തിരിച്ച് നാട്ടിലെത്തി. ഒരു വമ്പൻ വരവേൽപ്പാണ് അവർക്ക് കിട്ടിയത്. ആ നാട്ടിലെ മുഴുവൻ ആളുകളും ഫോസറ്റിനെയും ടീമിനെയും സ്വീകരിക്കാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് പോലും തോന്നിപ്പോവും. അത്രയും ജനത്തിരക്കാണ്. ഈ സമയം നീനയും അവിടെ നിൽക്കുകയാണ്.
ഒരുക്കുന്നുണ്ട്. ഫോസറ്റിനെ കണ്ട ഉടനെ തന്നെ അവൾ കുഞ്ഞു ബ്രയാന എടുത്തിട്ട് അവന്റെ കയ്യിൽ കൊടുക്കാണ്. അങ്ങനെ അന്ന് രാത്രി ഫോസറ്റിന് വേണ്ടി ഒരു പാർട്ടി ഒരുക്കിയിട്ടുണ്ട്. ആ നാട്ടിലൊരു സമ്പന്നനായ ജെയിംസ് മുറെ എന്ന് പറയുന്ന ഒരാളാണ് ആ പാർട്ടി ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ ഒരു ബയോളജിസ്റ്റും കൂടിയാണ്. ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഫോസറ്റ് ആമസോണിൽ കണ്ട കാര്യങ്ങളൊക്കെ ആ മുറയുടെ അടുത്ത് വിവരിക്കുന്നുണ്ട്. നമ്മൾ ആരും തന്നെ കരുതിയതുപോലെയല്ല ആമസോണിന്റെ സമീപ പ്രദേശങ്ങൾ. അതിന്റെ സമൃദ്ധിയിൽ നമ്മൾ വെള്ളക്കാർ വെറും കുട്ടികളാണ്. അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുണ്ടല്ലോ, അവർക്കറിയാവുന്നതിന്റെ ഒരു തരി പോലും നമുക്കറിയത്തില്ല. എന്നിട്ട് നമ്മൾ വെള്ളക്കാരെല്ലാം എന്താ ചെയ്യുന്നത്? അവരെ അടിമകളാക്കി വെച്ചിരിക്കുന്നു. ഞാൻ കണ്ടതും അറിഞ്ഞതും വെച്ചിട്ട് അവിടെ ഒരു പുരാതന നഗരം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു സർവേയുടെ പേരിലായിരിക്കരുത് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. മറ്റു പലതും നമുക്ക് അവിടെ കണ്ടെത്താനുണ്ട് എന്നൊക്കെയാണ് പേഴ്സി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും അങ്ങോട്ട് വരണമെന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു ബയോളജിസ്റ്റ് ആണെന്ന്. പിന്നെ അന്റാർട്ടിക്കയിലൊക്കെ ഞാൻ എക്സ്പീഡിഷൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആമസോണിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഞാനും വരുന്നുണ്ട് എന്നാണ് മുറെ പറയുന്നത്. പേഴ്സി ആണെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ 1911 പേഴ്സി ആർജിയിലെ അംഗങ്ങളെ ഒരു മീറ്റിംഗിന് വിളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പേഴ്സി ഫോസറ്റും അവിടുത്തെ ഒരു അംഗമാണ്. ആ ആമസോണിലെ സ്വർണ്ണ നഗരത്തെ കുറിച്ചൊക്കെയാണ് ഫോസറ്റ് പറയുന്നത്. അവൻ ആ നഗരത്തിന് ഒരു പേരും ഇട്ടിട്ടുണ്ട്, ലോസ്റ്റ് സിറ്റി ഓഫ് സെഡ് എന്നാണ് ആ പേര്. പക്ഷെ അവിടുത്തെ അംഗങ്ങൾ ആരും അത് അംഗീകരിക്കുന്നില്ല. പക്ഷെ പേഴ്സി ആണെങ്കിൽ ആ മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങളെല്ലാം അവരെ കാണിക്കാൻ തുടങ്ങി. മാത്രമല്ല ഒരു പോർച്ചുഗീസുകാരൻ എഴുതിയ ഒരു ലേഖനമുണ്ട്, അതിൽ ഈ പുരാതന നഗരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതും പേഴ്സി അവർക്ക് കാണിച്ചു കൊടുക്കാണ്. അത്രയും തെളിവുകളൊക്കെ കാണിക്കുമ്പോൾ പേഴ്സി പറയുന്നതിൽ കാര്യമുണ്ട് എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ ആ കാര്യം അംഗീകരിക്കുകയാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ പേഴ്സി ഫോസറ്റ് ആമസോണിലേക്കുള്ള രണ്ടാമത്തെ പര്യടനത്തിന് തയ്യാറെടുക്കുകയാണ്. 1912 അവർ യാത്ര പുറപ്പെടുന്നത്. ഇത്തവണ പേഴ്സിയുടെ കൂടെ 3 പേരാണ്. അതിൽ 2 പേർ ഹെൻറിയും മാൻലിയുമാണ്. മൂന്നാമനാണെങ്കിൽ ആ ജെയിംസ് മുറയും. അങ്ങനെ കുറെ ദിവസമായി അവർ കാട്ടിലൂടെയുള്ള യാത്ര തുടങ്ങിയിട്ട്. ഈ സമയമാകുമ്പോഴേക്കും മുറയാണെങ്കിൽ ശരിക്കും തളരുകയും ചെയ്തിട്ടുണ്ട്. ഈ കാടിനേക്കാളും നല്ലത് അന്റാർട്ടിക്കയാണ് എന്നാണ് അയാളിപ്പോ ചിന്തിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ മുറയെ കാരണം ബാക്കിയുള്ളവർ സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫസിയൻഡ ജേക്കബീന എന്ന സ്ഥലത്ത് ചെന്നിട്ട് അവർക്ക് വന്ന കത്തുകളൊക്കെ കളക്ട് ചെയ്ത് അവർ ആ നദിയിലൂടെയുള്ള യാത്ര തുടരാണ്. ഈ ഇംഗ്ലണ്ടുകാരിങ്ങനെ എക്സ്പെഡീഷൻ നടത്തുന്നതുകൊണ്ട് അമേരിക്കക്കാർ ഇതൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു അമേരിക്കക്കാരൻ ലോസ്റ്റ് സിറ്റി ആയിരുന്ന മാച്ചുപിച്ചു കണ്ടെടുത്തു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ആ കത്ത് വായിച്ചിട്ടാണ് അറിയുന്നത്. അങ്ങനെ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു അമ്പ് വന്നിട്ട് അവരുടെ വള്ളത്തിൽ തറയ്ക്കുന്നത്. അത് ഗോത്രവർഗ്ഗക്കാരാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എല്ലാവരും നദിയിലേക്ക് ഇറങ്ങി കരയിലേക്ക് ഓടാൻ തുടങ്ങി. ഈ സമയം ഗോത്രവർഗ്ഗക്കാരാണെങ്കിൽ തുടരെ അമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പേഴ്സിയുടെ നിർദ്ദേശപ്രകാരം അവരൊരു പാട്ട് പാടാൻ തുടങ്ങി. മാത്രമല്ല പേഴ്സി ആണെങ്കിൽ അമിഗോസ് അമിഗോസ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ഞങ്ങൾ സുഹൃത്തുക്കളാണെന്നാണ്. അതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ആ ഗോത്രവർഗ്ഗക്കാരാണെങ്കിൽ അമ്പ് എന്ന് നിർത്തുകയും ചെയ്യുന്നു. അതിനുശേഷം അവരെല്ലാവരും ആ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. ഈ സമയം പേഴ്സി ആണെങ്കിൽ ബാക്കിയുള്ളവരെ അവിടെ നിർത്തിയിട്ട് രണ്ടും കൽപ്പിച്ചിട്ട് ആ ഗോത്രവർഗ്ഗക്കാരുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ കുറച്ചു സമയം അവരോട് സംസാരിച്ചു കഴിയുമ്പോൾ അവർ പേഴ്സിയെയും കൂട്ടി കാട്ടിനകത്തേക്ക് പോകുന്നു. ഹെൻറിയും കൂട്ടരും എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ ആകെ പേടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ കുറച്ചു സമയം കഴിയുമ്പോൾ പേഴ്സി ആ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കുഴപ്പമില്ല എല്ലാവരും ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞിട്ട് കൈ കാണിക്കാൻ തുടങ്ങി. അത് കാണുമ്പോഴാണ് ഹെൻറിക്കും കൂട്ടർക്കും ആശ്വാസമായത്. അങ്ങനെ അവരടുത്തേക്ക് എത്തുമ്പോൾ പേഴ്സി ആണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ ഇവരുടെ ഈ ഗോത്രത്തലവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അയാൾ ഇപ്പോ നമ്മളെ അതിഥികളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഫോസറ്റ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ആശ്വാസമായി. അങ്ങനെ അവർ ആ ഗ്രാമത്തിലേക്ക് നടക്കാൻ തുടങ്ങി. അവിടെ ചില സ്ഥലങ്ങളിലായിട്ട് മനുഷ്യന്റെ തലയോട്ടികളൊക്കെ കാണുന്നുണ്ട്. മാത്രമല്ല ഗ്രാമത്തിന്റെ അകത്തേക്ക് കയറുമ്പോൾ അവരൊരു ഞെട്ടിക്കുന്ന കാഴ്ചയും കണ്ടു. അവിടെ ഒരു മനുഷ്യന്റെ ശരീരം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും ആ ഗോത്രവർഗം നരഭോജികളാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഈ സമയം മുറെ പേടിച്ചു നിൽക്കുന്ന കാണുമ്പോൾ ഫോസറ്റ് അയാളെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഇവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ തന്നെയാണ്, യുദ്ധത്തിൽ മരിച്ചതാണ്. അങ്ങനെയുള്ളവരെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് ഇവരുടെയൊക്കെ ശരീരത്തിലേക്ക് കയറും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അല്ലാതെ മറ്റാളുകളെ ഒന്നും ഇവർ കൊന്നു തിന്നത്തില്ല എന്നൊക്കെയാണ് പേഴ്സി മുറയോട് പറയുന്നത്. പക്ഷെ അത് കേട്ടിട്ടും ഇനി ഒരടി മുന്നോട്ട് വെക്കാൻ മുറെ തയ്യാറാവുന്നില്ല. ഞാൻ വേറെ വഴിക്ക് പോവാണ്, നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ വരുന്നുണ്ടോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. പക്ഷെ മറ്റാരും തന്നെ അയാളുടെ കൂടെ പോകുന്നില്ല. അങ്ങനെ ഒരു നിവൃത്തിയുമില്ലാതെ മുറയാണെങ്കിൽ ഒറ്റയ്ക്ക് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഫോസറ്റും കൂട്ടരും ആ ഗോത്രവർഗ്ഗക്കാരുടെ അടുത്തെത്തി. അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഫോസറ്റ് അവന്റെ കഴുത്തിലുള്ള ഒരു മാല എടുത്തിട്ട് ഗോത്രത്തലവന്റെ മകന് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. അവരാണെങ്കിൽ സന്തോഷ സൂചകമായിട്ട് പേഴ്സിയുടെ മുഖത്ത് ചായം തേച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ പേഴ്സി ആ ഗോത്രത്തലവന്റെ അടുത്ത് ആ പുരാതന നഗരത്തെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. ഗോത്രത്തലവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളും അങ്ങനെ ഒരു നഗരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇവിടുന്ന് മുകളിൽ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാർക്ക് അറിയാമായിരിക്കും എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. ആ ഗോത്രവർഗ്ഗക്കാർ മീനിനെ പിടിക്കുന്ന കണ്ട് ഹെൻറി ആണെങ്കിൽ കണ്ണ് തള്ളി നിൽക്കുകയാണ്. അവരെന്തൊക്കെയോ പഴങ്ങൾ വെച്ചിട്ട് ഒരു നീരുണ്ടാക്കി അത് ആ നദിയിലേക്ക് ഒഴിക്കുന്നു. അത് കഴിക്കുന്ന മീനുകളെല്ലാം തന്നെ മുകളിലേക്ക് പൊങ്ങി വരാണ്. പക്ഷെ ആ മീനുകളൊന്നും ചത്തിട്ടല്ല പൊങ്ങി വരുന്നത്, എല്ലാം
ബോധം കെട്ടിട്ടേ ഉള്ളൂ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള മീനുകൾ മാത്രമേ ആ ഗോത്രവർഗ്ഗക്കാർ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവരിപ്പോൾ ആ ഗോത്രവർഗ്ഗക്കാരുടെ കൃഷിപ്പറമ്പൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ നാട്ടിൽ ജീവിക്കുന്നവർ ഇവർ അടിമകളായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇവർ ഈ കൃഷി ചെയ്യുന്ന പോലെ ഇത്രയും അളന്നു കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നൊക്കെയാണ് പേഴ്സി ചോദിക്കുന്നത്. ഹെൻറിക്കാണെങ്കിൽ ആ കാര്യത്തിൽ ഒരു മറുപടിയും പറയാനില്ല. അവൻ അത്ഭുതത്തോടെ ആ കൃഷി രീതികളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ യാത്ര ആരംഭിച്ചു. ഒരിടത്തെത്തുമ്പോഴാണ് അവരൊരു കാഴ്ച കാണുന്നത്. അത് ആ മുറയായിരുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ തീർന്നിട്ട് അയാൾ വഴി തെറ്റി അവശനായി കിടക്കുകയാണ്. മാത്രമല്ല അയാളുടെ കാലിൽ നല്ലൊരു മുറിവും പറ്റിയിട്ടുണ്ട്. അങ്ങനെ പേഴ്സിയും കൂട്ടരും അയാളെയും പൊക്കിയെടുത്ത് അവർക്ക് ആ ഗോത്രവർഗ്ഗക്കാർ കൊടുത്ത പുതിയൊരു ചങ്ങാടത്തിൽ ആ നദിയിലൂടെ പോകാൻ തുടങ്ങി. ഈ സമയം നദിക്ക് നല്ല ഒഴുക്കുണ്ട്. പേഴ്സിക്ക് ആ ചങ്ങാടം അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിനിടയിൽ അവർ ശേഖരിച്ചു വെച്ച ഫുഡെല്ലാം നദിയിലേക്ക് തെറിച്ചു വീഴാൻ തുടങ്ങി. അങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഹെൻറിയും കൂട്ടരും താഴേക്ക് ചാടുകയാണ്. പക്ഷെ ചാടി കഴിഞ്ഞെങ്കിലും മുറയെ വീണ്ടും ആ ചങ്ങാടത്തിൽ അള്ളിപ്പിടിക്കാൻ തുടങ്ങി. പേഴ്സി അയാളുടെ അടുത്ത് പിടിവിടാൻ പറയുന്നുണ്ട്. പക്ഷെ അയാൾ കേൾക്കുന്നില്ല. ഒടുക്കം ചങ്ങാടം മറയുമെന്നാവുമ്പോ പേഴ്സി കഷ്ടപ്പെട്ട് അയാളുടെ കൈ വെടിയിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിലാണ് അവർ ആ ചങ്ങാടം കരയിലേക്ക് അടുപ്പിക്കുന്നത്. ഈ സമയത്താണ് മാൻലി ഒരു കാര്യം പറയുന്നത്. അതായത് അവര് കരുതി വെച്ച ഫുഡിന്റെ 1/3 ഭാഗം വെള്ളത്തിൽ പോയി. ഇനി വളരെ കുറച്ച് ഭക്ഷണമേ അവരുടെ കയ്യിലുള്ളൂ. അങ്ങനെ കുറച്ച് സമയം അവർ ആ കരയിൽ റെസ്റ്റ് എടുക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും മുറയുടെ കാലിലെ മുറിവൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല അയാൾക്കാണെങ്കിൽ നല്ല പനിയും പിടിച്ചിട്ടുണ്ട്. അയാൾ ഇപ്പൊ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ബാക്കിയുള്ളവരാണെങ്കിൽ ഒരു ചർച്ചയിലാണ്. ഇനി മുറയെ അവരുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഇനിയുള്ള യാത്ര അയാൾ അതിജീവിക്കത്തില്ല. മാത്രമല്ല ഫുഡും കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഇയാളെ ഒഴിവാക്കണം എന്നാണ് ഹെൻറി പറയുന്നത്. ഒന്നാലോചിക്കുമ്പോൾ അത് ശരിയാണ് എന്ന കാര്യം പേഴ്സിക്കും മനസ്സിലായി. ഈ മുറ ഒരാള് കാരണമാണ് അവരുടെ ഈ യാത്ര ഇങ്ങനെ ലേറ്റ് ആവുന്നത്. ഇപ്പോൾ തന്നെ അവർ 2 ആഴ്ച പുറകിലാണ്. അങ്ങനെ പേഴ്സി ഒരു തീരുമാനം എടുത്തിട്ട് മുറയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇവിടെ അടുത്തായിട്ട് ഒരു ഖനിയുണ്ട്. കുറെ ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. നിങ്ങളുടെ അസുഖം ഭേദമാവുന്നത് വരെ നിങ്ങൾ അവിടെ പോയി താമസിക്കുക. അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ ആ ഗോത്രത്തിൽ ഒരാളെ അറേഞ്ച് ചെയ്തു തരാം. മാത്രമല്ല നമ്മുടെ കയ്യിൽ അവസാനമായിട്ടുള്ള കുതിരയും നിങ്ങൾക്ക് വിട്ടുതരാം. നിങ്ങൾ വേഗം അങ്ങോട്ട് പോവാൻ നോക്ക് എന്നാണ് പേഴ്സി പറയുന്നത്. അത് കേൾക്കുമ്പോൾ മുറയ്ക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അപ്പൊ നീ എന്നെ ഒറ്റപ്പെടുത്താണല്ലേ? അല്ലെങ്കിൽ നിനക്ക് ആരെ കുറിച്ച് ഒരു വിചാരവുമില്ല. നിനക്ക് നിന്റെ കാര്യം മാത്രം. എങ്ങനെയെങ്കിലും ആ സ്വർണ്ണ നഗരം കണ്ടെത്തണം, എന്നിട്ട് പ്രശസ്തി ആർജിക്കണം. അത് മാത്രമാണ് നിന്റെ മനസ്സിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ ദേഷ്യപ്പെടുന്നത്. എന്നാൽ പേഴ്സി ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഉടനെ തന്നെ അവർ അയാളെ ഒരു കുതിരപ്പുറത്ത് കയറ്റിയിട്ട് ഒരാളുടെ കൂടെ പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം അവർ വീണ്ടും യാത്ര തുടങ്ങി. അതിനിടയിൽ പേഴ്സി ഇപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ് നിൽക്കുന്നത്. അവിടുത്തെ കാഴ്ച അയാളെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ആ പുരാതന നഗരത്തെ കുറിച്ചിട്ടുള്ള കൂടുതൽ തെളിവുകൾ അവിടെ കാണുന്നുണ്ട്. അതിൽ നിന്നും അവർ ആ സ്വർണ്ണ നഗരത്തിന്റെ തൊട്ടടുത്തെത്തി എന്ന കാര്യം അവന് മനസ്സിലായി. ഈ സമയത്താണ് ഹെൻറി അങ്ങോട്ട് വന്നിട്ട് അവനെ അവരുടെ സാധനങ്ങളുടെ അടുത്തേക്ക് വിളിച്ചോണ്ട് പോകുന്നത്. അവിടുത്തെ കാഴ്ച പേഴ്സിയെ ശരിക്കും നിരാശപ്പെടുത്തി കളഞ്ഞു. ആ മുറ അവർക്ക് നല്ല പണി കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അവരുടെ ഭക്ഷണത്തിൽ അയാൾ പാരഫിൻ ഒഴിച്ചിരിക്കുകയാണ്. ഇനി അതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അതെല്ലാം കണ്ട് കുറച്ചു സമയമൊന്നും മിണ്ടാതിരുന്നതിന് ശേഷം പേഴ്സി വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഇത് കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ആ നഗരത്തിന്റെ തൊട്ടടുത്തെത്തി. നമുക്ക് വേഗം യാത്ര തുടരാം എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഇത്തവണ ഹെൻറി അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഭക്ഷണമില്ലാതെ നമുക്ക് യാത്ര തുടരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം എന്നാണ് അവൻ പറയുന്നത്. മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് പേഴ്സിക്ക് അത് സമ്മതിക്കേണ്ടി വരുന്നു. അങ്ങനെ വിജയത്തിന്റെ തൊട്ടടുത്തെത്തി എന്ന് കരുതിയ ആ യാത്ര അവിടെ അവസാനിപ്പിച്ചിട്ട് അവർ നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. കാടിറങ്ങിയ ഉടനെ തന്നെ പേഴ്സി ആർജിയിലേക്ക് ടെലിഗ്രാം അയക്കുന്നുണ്ട്. അവർ തിരിച്ച് കാടിറങ്ങിയെന്നും യാത്രക്കിടയിൽ ജെയിംസ് മുറയെ നാട്ടിലേക്ക് അയച്ചു എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അയാൾ മെസ്സേജ് അയക്കുന്നത്. അതിനിടയിലാണ് അവനൊരു പത്രവാർത്ത കാണുന്നത്. അതിൽ ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡ് കൊല്ലപ്പെട്ട കാര്യമാണ് ഉണ്ടായിരുന്നത്. അതായത് 1-ാം ലോകമഹായുദ്ധം ആരംഭിക്കാൻ പോവാണ്. അങ്ങനെ പേഴ്സി അവന്റെ വീട്ടിൽ തിരിച്ചെത്തി. കുഴപ്പമൊന്നും പറ്റാതെ തിരിച്ചു വന്നുകൊണ്ട് തന്നെ നീനയ്ക്ക് ശരിക്കും സന്തോഷമായി. ഈ സമയമാകുമ്പോഴേക്കും പേഴ്സിക്ക് ഒരു പെൺകുഞ്ഞൂടെ ജനിച്ചിട്ടുണ്ട്. ജോവാൻ എന്നാണ് അവളുടെ പേര്. അങ്ങനെ ഒരു ദിവസം ആർജിയിലെ ആളുകൾ പേഴ്സിയെയും കൂട്ടരെയും അവരുടെ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോ അവർ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ആ മുറ അവിടെ ഇരിക്കുന്നുണ്ട്. അയാളിപ്പോ അവർക്കെതിരെ ആർജിയിൽ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അതായത് പേഴ്സിയും കൂട്ടരും അയാളെ കാട്ടിൽ ഉപേക്ഷിച്ചു. അതാണ് കംപ്ലൈന്റ്. അതിന്റെ ഒരു വിശദീകരണം കൊടുക്കാനാണ് പേഴ്സിയും കൂട്ടരെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പേഴ്സിയും കൂട്ടരും ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും മുറ അതൊന്നും അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. മാത്രമല്ല പേഴ്സി മാപ്പ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഇത് കേസാക്കും. ഇതൊക്കെയാണ് അയാളുടെ ഭീഷണി. കൂടുതൽ പ്രശ്നത്തിന് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ പേഴ്സി മാപ്പ് പറയാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. ഈ സമയം മുറയാണെങ്കിൽ ഒരു നിബന്ധന കൂടെ വെക്കുന്നുണ്ട്. അതായത് പേഴ്സി ഫോസറ്റ് മാപ്പ് പറയുന്നത് അയാളുടെ ഭാര്യയുടെ മുന്നിൽ വെച്ചായിരിക്കണം. എന്നാൽ മാത്രമേ മുറ അത് അംഗീകരിക്കുള്ളൂ. പക്ഷെ പേഴ്സി അതിന് സമ്മതിക്കുന്നില്ല. അയാൾ ആർജിയിലുള്ള അയാളുടെ ജോലി രാജിവെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. പേഴ്സിക്ക് ഇപ്പോൾ ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്. 1-ാം ലോകമഹായുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ പേഴ്സി തിരിച്ച് പട്ടാളത്തിൽ ജോയിൻ ചെയ്യണം എന്നാണ് ആ കത്തിലുള്ളത്. അങ്ങനെ ഉടനെ തന്നെ പേഴ്സി യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോവാൻ തയ്യാറെടുക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ജാക്ക് ആണെങ്കിൽ വളർന്നു വലുതായിട്ടുണ്ട്. അച്ഛൻ വീണ്ടും വീട് വിട്ട് പോവാണെന്ന് അറിഞ്ഞിട്ട് അവൻ അങ്ങോട്ട് സഹിക്കുന്നില്ല. വല്ലാതെ ദേഷ്യപ്പെട്ടാണ് അവൻ സംസാരിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾ ഞങ്ങൾ ആരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല.
പോലുമില്ല, എന്നിട്ട് വീണ്ടും പോവാണോ? നിങ്ങൾക്കപ്പം നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ നിങ്ങളുടെ ആരുമല്ലേ എന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ പേഴ്സിക്ക് അത് അങ്ങോട്ട് സഹിക്കുന്നില്ല. അയാൾ ജാക്കിനിട്ട് ഒരു അടി കൊടുക്കുകയാണ്. അങ്ങനെ ജർമ്മനിയും ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധം തുടങ്ങി. പേഴ്സി ഇപ്പോൾ ആ യുദ്ധം നടക്കുന്ന സ്ഥലത്താണുള്ളത്. അവന്റെ കൂടെ തന്നെ ഹെൻറിയും മാൻലിയും ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാൾ ഒരു വാർത്ത അറിയുന്നത്. അതായത് വീണ്ടും ഒരു എക്സ്പെഡീഷന് പുറപ്പെട്ട ആ മുറ പിന്നെ തിരിച്ചു വന്നിട്ടില്ല, മരിച്ചു എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ആ വാർത്ത വായിക്കുമ്പോൾ പേഴ്സിക്കാണെങ്കിൽ ചിരിയാണ് വരുന്നത്. അങ്ങനെ ഘോരമായ ആ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വെടിയേറ്റ് മാൻലി മരിച്ചു. മാത്രമല്ല യുദ്ധത്തിനിടയിൽ ജർമ്മനി ക്ലോറിൻ ഗ്യാസ് പ്രയോഗിച്ചതിനെ തുടർന്നിട്ട് പേഴ്സി ബോധം കെട്ട് വീഴുകയും ചെയ്തു. പിന്നീട് അയാൾക്ക് ബോധം വരുമ്പോൾ അയാൾ ആശുപത്രിയിലാണ്. ആ ക്ലോറിൻ ഗ്യാസ് അയാളുടെ കണ്ണുകളെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അയാൾക്ക് കാഴ്ചയില്ല. എങ്കിലും ഒരു കാഴ്ച അയാൾ ഇപ്പോഴും കാണുന്നുണ്ട്. അത് ആ ആമസോൺ കാടുകളാണ്. എനിക്ക് ഇനിയും അങ്ങോട്ട് പോകണം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. പക്ഷെ അവിടെ നിൽക്കുന്ന ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി കാഴ്ച തിരിച്ചു കിട്ടിക്കഴിഞ്ഞാലും ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു യാത്രയ്ക്ക് പുറപ്പെടരുത് എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ പേഴ്സി ആണെങ്കിൽ പൊട്ടി കരയാൻ തുടങ്ങി. അതെല്ലാം കണ്ടുകൊണ്ട് വളരെ വിഷമത്തിൽ നിൽക്കുകയാണ് ജാക്ക്. അങ്ങനെ കാഴ്ചയൊക്കെ തിരിച്ചു കിട്ടി പേഴ്സി ആണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ സമയം ഒരു റിപ്പോർട്ടർ അയാളെ ഇന്റർവ്യൂ എടുക്കാൻ വന്നിട്ടുണ്ട്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേഴ്സിയുടെ എക്സ്പെഡീഷൻ യാത്രകളെ കുറിച്ചിട്ട് ലോകം മൊത്തം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല കുറെ ആളുകൾ ഇപ്പോൾ ഓരോരോ എക്സ്പെഡീഷന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആ സ്വർണ്ണ നഗരം തേടി ഒരു അമേരിക്കക്കാരൻ ആമസോണിലേക്ക് യാത്ര പുറപ്പെടുന്നുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ ആ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് പേഴ്സി ഇപ്പോൾ ജാക്കിനെ കാണാൻ വേണ്ടി ഫീൽഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ജാക്ക് ആണെങ്കിൽ ഒരു മുയലിനെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. അവനിപ്പോൾ അവന്റെ അച്ഛനെ പോലെ തന്നെ മികച്ചൊരു വേട്ടക്കാരനാണ്. ഈ ഒരു അവസരത്തിൽ ഒരു ഗോത്രത്തലവൻ കൊടുത്തൊരു മാല അവൻ ജാക്കിന് കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അവന് ശരിക്കും സന്തോഷമായി. ഈ സമയത്താണ് ജാക്ക് ഒരു കാര്യം പറയുന്നത്. എനിക്കറിയാം അച്ഛന്റെ മനസ്സിൽ ഇപ്പോഴും ആ ആമസോൺ കാടുകളാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ആ സ്വർണ്ണ നഗരം കണ്ടെത്താൻ ആ അമേരിക്കക്കാരൻ പുറപ്പെടുന്നതിന് മുമ്പ് അച്ഛൻ ഒന്നുകൂടെ പോയിക്കൂടെ? ഞാനും നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണ് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ പേഴ്സിക്കാണെങ്കിൽ ശരിക്കും സന്തോഷമായി. ഒരിക്കൽ കൂടെ അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അയാൾക്കൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ പേഴ്സി സമ്മതം അറിയിച്ചതുകൊണ്ട് ജാക്ക് അടുത്തതായിട്ട് പോകുന്നത് അവന്റെ അമ്മയെ കൺവിൻസ് ചെയ്യാനാണ്. ആദ്യം സമ്മതിക്കില്ലെങ്കിലും കുറെ നിർബന്ധിക്കുമ്പോൾ അവളും അതിന് സമ്മതം പറയുന്നു. ഇനിയിപ്പോഴുള്ളത് ഹെൻറിയാണ്. ഈ യാത്രയിലും അവൻ തന്നെ കൂടെ വേണം എന്നാണ് പേഴ്സിയുടെ മനസ്സിൽ. പക്ഷെ ഈ സമയമാകുമ്പോഴേക്കും ഹെൻറി കല്യാണമൊക്കെ കഴിഞ്ഞ് അയാൾക്കൊരു കുട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫാമിലിയെ ഉപേക്ഷിച്ച് വരാൻ സാധിക്കത്തില്ല എന്നാണ് ഹെൻറി പറയുന്നത്. അവൻ അങ്ങനെ പറയുമെങ്കിലും പേഴ്സി തളരുന്നില്ല. തന്റെ മകനുണ്ടല്ലോ കൂടെ, അയാൾക്ക് അത് മതി. അങ്ങനെ തന്റെ അടുത്ത എക്സ്പെഡീഷന്റെ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടി അയാൾ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. പത്രക്കാരെ കാര്യങ്ങളൊക്കെ അറിയിച്ച് യാത്ര പുറപ്പെടാൻ തുടങ്ങുമ്പോൾ അയാൾ ആർജിയിലെ ഗോൾഡിയെ ചെന്ന് കാണുന്നുണ്ട്. ഈ സമയം ഗോൾഡി ഒരു കാര്യം പേഴ്സിയുടെ അടുത്ത് പറയാൻ തുടങ്ങി. ഈ സെഡ് എന്ന നഗരം ഉണ്ടോ എന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ തന്റെ ഈ ആത്മവിശ്വാസം കാണുമ്പോൾ എനിക്കത് വിശ്വസിക്കാതിരിക്കാനും സാധിക്കുന്നില്ല എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ പേഴ്സി അയാളുടെ പോക്കറ്റിൽ നിന്നും ഒരു കോമ്പസ് പുറത്തേക്ക് എടുത്തിട്ട് അത് ഗോൾഡിയെ കാണിച്ചതിന് ശേഷം സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ഈ കോമ്പസ് കണ്ടില്ലേ? കഴിഞ്ഞ 20 വർഷമായി ഞാൻ ഇതെന്റെ കൂടെ കൊണ്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതാണ്. ഞാൻ എങ്ങാനും സെഡിൽ എത്തിച്ചേരുകയാണെങ്കിൽ ഈ കോമ്പസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമാവല്ലോ എന്നൊക്കെയാണ് പേഴ്സി പറയുന്നത്. അങ്ങനെ എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞ് അവർ യാത്ര ആരംഭിച്ചു. 1925 വീണ്ടും അവർ ആമസോണിലെത്തി. പക്ഷെ നേരത്തെ കണ്ടതുപോലെ ആയിരുന്നില്ല അവിടെ. ആ ഫസിയൻഡ ജേക്കബീന എന്ന് പറഞ്ഞ സ്ഥലം മൊത്തം നശിച്ചു കിടക്കുകയാണ്. അവിടെ എങ്ങും ആരെയും കാണുന്നില്ല. അങ്ങനെ അവർ നടന്ന് ഒരു ഗോത്രഗ്രാമത്തിലെത്തി. വളരെ സന്തോഷത്തോടെയാണ് ആ ഗോത്രവർഗ്ഗക്കാർ പേഴ്സിയെയും ജാക്കിനെയും സ്വീകരിച്ചത്. ഈ സമയം പേഴ്സി അവരുടെ അടുത്ത് ചോദിക്കുന്നത് ആ പുരാതന നഗരത്തെ കുറിച്ചിട്ടാണ്. പക്ഷെ അവരും അത് കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ കുറച്ചപ്പുറത്തായി മനുഷ്യർ ചിത്രപ്പണികൾ ചെയ്തു വെച്ചൊരു ഗുഹയുണ്ട് എന്നൊരു കാര്യം ഗോത്രതലവൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എന്നാൽ അങ്ങോട്ട് പോയി നോക്കാം എന്നാണ് പേഴ്സി ചിന്തിക്കുന്നത്. അങ്ങനെ ആ ഗോത്രവർഗ്ഗക്കാരുടെ കൂടെ നിന്നിട്ട് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാണ് അവർ അവിടെ നിന്നും മടങ്ങുന്നത്. അങ്ങനെ അവരിപ്പോൾ ആ ഗുഹയെ അന്വേഷിച്ച് നടക്കുകയാണ്. ഈ സമയത്താണ് വേറെ കുറെ ഗോത്രവർഗ്ഗക്കാരങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ ജാക്കിന് ശരിക്കും പേടിയാവാൻ തുടങ്ങി. ഈ സമയം പേഴ്സി ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കുകയാണ്. നീ പേടിക്കണ്ട, ഇവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ ഒരു തൂവാല പൊക്കി പിടിച്ച് അമിഗോസ് അമിഗോസ് എന്ന് പറയാൻ തുടങ്ങി. എന്നാൽ ഈ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ അത് വർക്കൗട്ട് ആവുന്നില്ല. അവര് വീണ്ടും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ പേഴ്സിയും ജാക്കും വേഗം തന്നെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ആ ഗോത്രവർഗ്ഗക്കാരും അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ഓടി ചെല്ലുന്നത് മറ്റൊരു ഗോത്രവർഗ്ഗത്തിന്റെ അടുത്തേക്കാണ്. ഈ സമയം ആദ്യം വന്ന ആൾക്കാരെ കുന്തപറഞ്ഞ് ഓടിച്ചതിന് ശേഷം അവർ പേഴ്സിയെയും ജാക്കിനെയും പിടിച്ചു കെട്ടുകയാണ്. അങ്ങനെ ആ ഗോത്രവർഗ്ഗക്കാരെല്ലാവരും പേഴ്സിയെയും ജാക്കിനെയും അവരുടെ ഗ്രാമത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിനുശേഷം അവർ ഒരിടത്തിരുത്തി ഗോത്രവർഗ്ഗക്കാരൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി. ജാക്ക് ആണെങ്കിൽ ശരിക്കും പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ പേഴ്സിയുടെ മുഖത്ത് അങ്ങനെ പേടിയൊന്നും കാണുന്നില്ല. ഈ സമയം ഗോത്രത്തലവൻ ബാക്കിയുള്ളവരുടെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. ഇവരെ കണ്ടിട്ട് നമ്മളുടെ കൂട്ടത്തിലുള്ളതല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ ആത്മാവിന് ശാന്തി കൊടുത്തേക്കാം എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ സമയം രാത്രിയായപ്പോ അവർ അവരുടെ ആചാരങ്ങളൊക്കെ ആരംഭിച്ചു. കാട്ടിൽ മൊത്തം തീക്കുണ്ടങ്ങൾ
കത്തിച്ചു വെച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് അവരെന്തോ ഒരു പാനീയം പേഴ്സിക്കും ജാക്കിനും കുടിക്കാൻ കൊടുക്കുന്നത്. അതെല്ലാം കുടിച്ചു കഴിയുമ്പോഴേക്കും ജാക്കിനൊരു കാര്യം ബോധ്യമായി, അവര് മരിക്കാൻ പോവാണ്. അവന്റെ ആ പേടി കാണുമ്പോൾ പേഴ്സി അവനെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? നീ നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളിപ്പോ എവിടെയാണ് ഇരിക്കുന്നത്? ആമസോൺ കാട്ടിലാണ്. അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇവിടം വരെ എത്തിച്ചേരാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും ഭാഗ്യം ചെയ്തവരാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അയാൾ അത് പറയുമ്പോൾ ജാക്കിനാണെങ്കിൽ അവന്റെ അച്ഛനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനെ ആ പാനീയം കുടിച്ചതിന്റെ ഫലമായിട്ട് അവരുടെ ബോധം മറയാൻ തുടങ്ങി. ഈ സമയം ആ ഗോത്രവർഗത്തിലെ ആളുകളൊക്കെ അവരെയും പൊക്കിയെടുത്ത് മുന്നോട്ട് നടക്കുകയാണ്. എങ്ങോട്ടാണ് അവർ പേഴ്സിയെയും ജാക്കിനെയും കൊണ്ടുപോയത് എന്ന് ആ ഗോത്രവർഗ്ഗക്കാർക്ക് മാത്രമേ അറിയൂ. പിന്നീട് പേഴ്സിയും ജാക്കും ആ കാട് വിട്ട് പുറത്തേക്ക് വന്നിട്ടേയില്ല. അങ്ങനെ കുറെ വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം നീന ഗോൾഡിയെ കാണാൻ വന്നിരിക്കുകയാണ്. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീലിൽ നിന്നൊരാൾ അവളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പേഴ്സിയും ജാക്കും ആ സെഡ് എന്ന നഗരം കണ്ടെത്തിയെന്നും അവരിപ്പോൾ അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാരുടെ കൂടെ ജീവിക്കുന്നുണ്ടെന്നാണ് അയാൾ നീനയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ആ കാര്യമാണ് അവളിപ്പോൾ ഗോൾഡിയോട് പറയുന്നത്. അത് കേൾക്കുമ്പോൾ എന്തിനാണ് നീന നീ ഇപ്പോൾ ഇത് തന്നെ ചിന്തിച്ചിരിക്കുന്നത്? നമ്മൾ എത്ര പേരെ അവരെ കണ്ടുപിടിക്കാൻ ആമസോണിലേക്ക് അയച്ചു, എന്നിട്ട് ആർക്കെങ്കിലും അതിന് കഴിഞ്ഞോ? അതുകൊണ്ട് നീ യാഥാർത്ഥ്യം ഉൾക്കൊള്ളു, അവരിന്ന് ജീവനോടെ ഇല്ല എന്നൊക്കെയാണ് ഗോൾഡി പറയുന്നത്. പക്ഷെ അങ്ങനെ വിശ്വസിക്കാൻ നീനയ്ക്ക് കഴിയത്തില്ലായിരുന്നു. ആ ബ്രസീലിൽ നിന്ന് തന്നെ കാണാൻ വന്നയാൾ എനിക്ക് കൊണ്ടുതന്നതാണെന്നും പറഞ്ഞിട്ട് അവൾ ഒരു കോമ്പസ് എടുത്തിട്ട് ഗോൾഡിക്ക് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് പോവാണ്. ആ കോമ്പസ് പേഴ്സിയുടെ കോമ്പസ് ആയിരുന്നു. അതായത് സെഡിൽ എത്തിക്കഴിഞ്ഞാൽ ഗോൾഡിക്ക് അയച്ചു കൊടുക്കാമെന്ന് പേഴ്സി പറഞ്ഞ അതേ കോമ്പസ്. അങ്ങനെ 1954 മരിക്കുന്നത് വരെ തന്റെ ഭർത്താവും മകനും തിരിച്ചു വരും എന്നാണ് നീന വിശ്വസിച്ചിരുന്നത്. ആ പുരാതന നഗരമുണ്ട് എന്ന പേഴ്സിയുടെ വാദത്തെ 100 വർഷത്തോളം ആളുകൾ പരിഹസിച്ചിരുന്നു. എന്നാൽ 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആർക്കിയോളജിസ്റ്റുകൾ സെഡ് എന്ന് പറയുന്ന ആ നഗരം കണ്ടെത്തി. അതും പേഴ്സി ഫോസറ്റ് പറഞ്ഞ അതേ സ്ഥാനത്ത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പേഴ്സിയും ജാക്കിനും ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് നാട്ടിൽ ആർക്കും തന്നെ അറിയത്തില്ല. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.